ഹല്ലേലൂയ. അത് നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവെന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മ അഭിഷേകം കിട്ടാൻ പ്രാർത്ഥിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തിപ്പെടണമെങ്കിൽ ആര് നിറയണം? പരിശുദ്ധാത്മാവ്. നമുക്ക് ശക്തി കിട്ടണം. നമ്മളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോയിട്ട് നമ്മൾ ശക്തിപ്പെടണം, എംപവേർഡ് ആകണം, പവർഫുൾ ആകണം. അതാകുന്നത് അത് അത് ഡിവൈൻ എലമെന്റ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിലേക്ക് നിറയപ്പെടുമ്പോഴാണ് നമുക്ക് ഈ പവർ കിട്ടുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 4-ാം അധ്യായത്തിൽ, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വചനം വായിക്കുമ്പോൾ ഇവിടെ യേശു സമരിയാക്കാരോട് പറയുന്ന വാക്കുണ്ട്. അത് 13-ാമത്തെ വചനം. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. അതാ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ദാഹം മാറണമെങ്കിൽ, ശരീരത്തിന്റെ, ജീവിതത്തിന്റെ, മനസ്സിന്റെ ആവശ്യമില്ലാത്ത ദാഹങ്ങളെല്ലാം മാറണമെങ്കിൽ, പാപത്തോടുള്ള ദാഹം മാറണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. നമ്മളിൽ ആര് നിറയണം? പരിശുദ്ധ. ഹല്ലേലൂയ. സമരിയാക്കാരിക്ക് ആ പരിശുദ്ധാത്മ സാന്നിധ്യ അഭിഷേകം ഈശോയുടെ സാന്നിധ്യത്തിലൂടെ ലഭിക്കുന്നുണ്ട്. സ്വന്തമാക്കുമ്പോൾ അവളുടെ ആ അന്ധകാരം, ദാഹം മാറുക, ജഡിക ആസക്തി വിട്ടുപോവുക, എന്നിട്ട് അവള് വിശുദ്ധയായി തീരുന്ന കാണാൻ പറ്റും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് അനോയിന്റിങ്. അതുകൊണ്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട്, അഭിഷേകത്തിനായിട്ട് ദാഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 14:15-17 വചനം. യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കുന്നു. അപ്പോൾ ഞാൻ എന്റെ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ആ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കില്ല, കാരണം അത് അവനെ അറിയുകയോ കാണുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാണുകയും ചെയ്തു. അപ്പൊ ആ രൂപി നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ശക്തിപ്പെടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ഈശോ ഏറ്റവും വലിയ വചനമാണ് യോഹന്നാൻ 7:37-38. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ ശബ്ദം ഉയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി ഒഴുകും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ജീവജലം ആരാണ്? അവർക്ക് പറഞ്ഞേ ആരാണ് പറഞ്ഞത്? ജീവിതം ആരാണ് പറഞ്ഞേ? പരിശുദ്ധാത്മാവ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാൻ 19:34 കാണാം. പടയാളികൾ ഒരുവൻ അവനെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അവിടെ ചോരയും ജലവും ഒഴുകി. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നവന്റെ സാക്ഷി സത്യമാകുന്നു വചനം പറഞ്ഞോട്ടെ. അപ്പൊ ആ ചോരയും ജലവും എന്താണ്? ചോര ജീവന്റെ അടയാളമാണ്. അതുപോലെ ജലം പരിശുദ്ധാത്മാവിന്റെ. അതാണ് ഈ ലോങ്കിനോസ് എന്ന് പറഞ്ഞ ഒറ്റക്കണ്ണന്റെ കണ്ണിലേക്ക് ഒഴുകപ്പെടുന്നു, അവൻ സോഹിക്കപ്പെടുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ ആഴത്തിൽ നിറയണം. നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളിൽ മാറ്റങ്ങൾ വരും. കുടുംബങ്ങളൊക്കെ രക്ഷപ്പെടണമെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവരിലും പരിശുദ്ധാത്മാവാണ്. ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നു കഴിയുമ്പോൾ ആ കുടുംബം രക്ഷപ്പെട്ടു, ആ കുടുംബത്തിൽ സമാധാനമായി, ആ കുടുംബം സ്വർഗതുല്യമായി തീരുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ എന്ന് പറഞ്ഞേ പരോക്ഷത്തില് അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കും. അതുകൊണ്ട് ഈശോ പറയണേ, ഈശോയുടെ വാഗ്ദാനമായി പരിശുദ്ധാത്മാവ്. ഈശോ പറയാണ്, നിങ്ങൾ നഗരത്തിൽ ജെറുസലേമിന് വെളിയിൽ പോകരുത്. അപ്പസ്തോലന്മാരോട് പറയാ, അവര് 3 വർഷം ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. ഈശോയെ അവർ കണ്ടു, ഈശോയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളൊക്കെ കണ്ടു, ഈശോയുടെ വചനം കേട്ടു, ഈശോയുടെ പീഡാനുഭവം കണ്ടു, ഈശോയുടെ കുരിശുമരണം, ഉത്ഥാനം എല്ലാം അനുഭവിച്ചവരാ. ഇതെല്ലാം കണ്ടിട്ടും ഈശോ പറഞ്ഞു, പുറത്തു പോകരുത്. പുറത്തു പോകണമെങ്കിൽ ആര് നിറയണം? അതെ, എന്തെല്ലാം അറിവുണ്ടെങ്കിലും നമുക്ക് എന്തെല്ലാം, ഒരുപക്ഷെ ബൈബിൾ മുഴുവൻ ബൈഹാർട്ടായിട്ട് അറിയാം, പക്ഷെ ഒരു കാര്യമില്ല, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആരെ സഹായിക്കണം? വിശുദ്ധിയിലും കൃപയിലും നിൽക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ് ഓഫ് ദ സ്പിരിറ്റ്, അത് ബാപ്റ്റിസം ഓഫ് ദ സ്പിരിറ്റ്. ശരിക്കും അത് നമുക്ക് അനുഭവമാകണം. സ്ഥലം പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 1-ാമത്തെ അധ്യായം. അപ്പസ്തോല പ്രവർത്തനം 1-ാമത്തെ അധ്യായത്തില് അവിടെ കാണാൻ പറ്റും 4-5. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കും. എന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കും. അത് ബാപ്റ്റിസം ഓഫ് ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മ സ്നാനം. ഒരു സംഭവം ഉണ്ട് കേട്ടോ. ആ ഒരു അനോയിന്റിങ് നീട്ടിക്കഴിയുമ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് നമ്മൾ വലിയൊരു രൂപാന്തരീകരണം നമ്മൾ സംഭവിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നതിന്റെ പിന്നിൽ ശരിക്കും പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു അഭിഷേകം എനിക്ക് ഒരു വെളിപ്പെട്ടൊരു അനുഭവം ഉണ്ട്. ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ച പരിശുദ്ധ കുർബാനയുടെ സ്വന്തമാക്കിയ പരിശുദ്ധാത്മാവ് ഒരു അഭിഷേകമായിട്ട് അല്ലെങ്കിൽ കൃപയായിട്ട് പ്രത്യേകം അടയാളമായിട്ട് വെളിപ്പെടുന്ന ഒരു ശക്തിപ്പെടുന്ന ഒരു പ്രത്യേക ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ 1995 സംഭവിച്ചേ. അപ്പൊ അന്ന് മുതൽ എൻ്റെ കാഴ്ചപ്പാട് മാറിപ്പോ ജീവിതത്തിൽ ഈശോയുടെ പ്രത്യേകമായൊരു സ്നേഹം, ഒരു പറഞ്ഞറിയിക്കാൻ വല്ലാത്തൊരു ആത്മബന്ധം അത് ഉണ്ടാകാൻ സാധിച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ശുശ്രൂഷ ചെയ്യുന്നതിന്റെ പിന്നിലെ കാരണം അത്രേ ഉള്ളൂ. ഈശോയുടെ ഒരു ആത്മബന്ധം, ഇന്റിമസി ഉണ്ടാകണം, ഇന്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ജീസസ് ഓഫ് നാസറത്ത്. അത് നമുക്ക് തരുന്നത് നമ്മൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ എന്തെല്ലാം ഉണ്ടെങ്കിൽ ഈ അനോയിന്റിങ് ലഭിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ബൈബിളിനോട് വലിയ ദാഹം, എന്നും ബൈബിള് വായിക്കാനും പഠിക്കാനും വലിയ ദാഹം, അല്ലെ വചനം പ്രഘോഷിക്കാനും കൊണ്ടുപോകുന്നു ഒരുപാട് കൊണ്ട്. ഇന്ന് അണക്കര ധ്യാന കേന്ദ്രത്തിന്റെ ശുശ്രൂഷ ഏകദേശം 94 രാജ്യങ്ങൾ വരെ പരിശുദ്ധാത്മാവ് എത്തിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സംഭവം. 94 കൺട്രീസ് അത് കർത്താവ് കൊണ്ടുപോവാണ്. അത് പല ഭാഷക്കാരുടെ പോവാണ് എല്ലാം. ഈ അടുത്ത ഞാൻ പോകുന്നത് ഈ സ്മിർണ, എഫെസസ്, ഇസ്താംബുൾ എന്ന് പറയുന്ന ടർക്കിയിലുള്ള സ്ഥലങ്ങൾ. പ്രൈസ്. അടുത്ത ആഴ്ച ഈ സമയത്ത് ഞാൻ അവിടെയാ. പ്രൈസ്. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത ഞായറാഴ്ച ഞാൻ എഫെസസിലാണ്. പ്രൈസ്. അപ്പൊ ദൈവം കൊണ്ടുപോകണം. അവിടെ അറമായിക്ക് സംസാരിക്കുന്ന, സുറിയാനി സംസാരിക്കുന്ന ആളുകളോട് പോയിട്ട് ദൈവജനം പറയാൻ പോവാണ്. പ്രൈസ്. ഇത് കൊണ്ടുപോകുന്ന ആരാണ്? പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. പ്രൈസ്. അപ്പൊ അരൂപി നിറഞ്ഞാല് അരൂപി നമ്മളെ നിയന്ത്രിക്കും, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കും, കാഴ്ചപ്പാടുകൾ നിയന്ത്രിക്കും, സഹനം എല്ലാം തരും. അരൂപി നമ്മളെ നന്നായിട്ട് കൊണ്ടുപോകും. പ്രൈസ്. അങ്ങ് സമ്പൂർണ്ണ സമർപ്പണം. ഈ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടത് ലൂക്ക 1:38. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അങ്ങ് വിട്ടുകൊടുക്കണം, സമ്പൂർണമായ അതിനകത്ത് നമ്മളൊന്നും വേറെ ഒന്നും നോക്കരുത്, മുഴുവനോടെ അങ്ങ് വിട്ടുകൊടുക്കണം. ആ വിട്ടുകൊടുക്കുമ്പോൾ അരൂപി നമ്മൾ നിറയുന്ന അനുഭവമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്ക 1:34-35 പരിശുദ്ധാത്മാവ് അവിടെ പറയുന്നുണ്ട്. ഈ പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, അതായത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുന്ന ഒരു തലമുണ്ട്. ഈശോ ദൈവപുത്രനായിരുന്നു, അല്ലെ? ഈശോയിലെ ഈശോ ദൈവപുത്രൻ തന്നെയാണ്. പക്ഷേ ആ ദൈവപുത്രനായ ഈശോയിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് യോർദാനിലെ മാമോദിസ വേളയിലാണ് എന്ന് നോക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇരിക്കും നമ്മളെല്ലാവരും ദൈവപുത്രന്മാരും. പ്രൈസ് ലോർഡ്. നമ്മളെല്ലാം സഭയുടെ മക്കളാണ്, ക്രിസ്തുവിന്റെ മക്കള്. സഭയിലെ കൂദാശ ജീവിതത്തിലൂടെ അരൂപി നിറഞ്ഞിട്ടുള്ളവർ. പക്ഷെ അതൊന്ന് വളരണം, അതൊന്ന് ഫലം പുറപ്പെടുവിക്കണം, അതൊന്ന് എക്സ്റ്റേണൽ മാനിഫെസ്റ്റോ, അത് നമ്മൾ സംസാരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. അതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവ് പറഞ്ഞേ പോരാ ഉച്ചത്തില്. ആമേൻ. ശരിക്കും എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആരെന്ന് ചോദിച്ചാൽ, മൈ ഇന്റിമേറ്റ് ഫ്രണ്ട് ഇസ് ഹോളി സ്പിരിറ്റ്. പ്രൈസ് ലോർഡ്. എന്റെ ആത്മസുഹൃത്ത് എന്ന് വെച്ചാൽ പരിശുദ്ധ എന്നെ ഒരുപാട് വഴി നടത്താറുണ്ട്, കൈ പിടിച്ച് നടത്താറുണ്ട്. എപ്പോഴും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, കുദാശ പരികർമ്മം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചനം പ്രഘോഷിക്കുന്നിടത്ത് എല്ലായിടത്തും അരൂപി ഒത്തിരി എന്നെ സഹായിക്കുന്നതായി കാണാൻ പറ്റും. പ്രൈസ് ലോർഡ്. നമ്മൾ ഈശോയിൽ അല്പം അകന്നു പോയാൽ നമ്മളെ പിടിച്ചു കെട്ടി തിരിച്ചു കൊണ്ടുവന്ന് നമ്മളെ ഈശോയോട് ചേർത്ത് വെക്കുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു അനുഭവം കിട്ടും ഈ പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടുകൂടിക്കറിയാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ തീരാൻ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ആരുമായിട്ട് കൂട്ടുകൂടണം? ഈ പരിശുദ്ധാത്മാവ് നിറയണം. അപ്പൊ അനോയിന്റിങ്, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കൃപാഭിഷേകത്തിന്റെ ഏറ്റവും വലിയ സംഭവമാണ് അനോയിന്റിങ് ഓഫ് ദ സ്പിരിറ്റ്. ഇന്ന് സംഭവിക്കാൻ പോകുന്നതാണ്. ഇന്ന് വന്നിരിക്കുന്ന മുഴുവൻ മക്കളും വെറുതെ നിന്നാൽ മതി, ചിലപ്പോൾ അനോയിന്റിങ് കിട്ടും കേട്ടോ. പ്രൈസ് ലോർഡ്. ചിലപ്പോൾ വെറുതെ ഒരു സ്ഥലത്ത്, ഇങ്ങനെ അഭിഷേകമുള്ള സ്ഥലത്ത് നിന്നാ മതി, നമുക്ക് അനോയിന്റിങ് കിട്ടും. ശ്രമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ പറഞ്ഞേ പോരാ. പ്രൈസ് ലോർഡ്. നമുക്കറിയാം ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വചനം. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. എന്നിട്ട് പറയാ, അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാല പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആത്മാവ് കൊടുത്ത ഭാഷണ വരം അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പൊ പരിശുദ്ധാത്മാവ് കൊടുക്കുന്നത് പ്രത്യേക ഒരു കൃപയുണ്ട്. പരിശുദ്ധ വനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് വെറുതെ ഉണ്ടോ ശരിക്കുള്ള. അച്ഛനെ ഇന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ, പിന്നെ എന്തെങ്കിലും ദിവസങ്ങൾക്ക് ഡെലിവറി ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ അന്ധകാര ശക്തികൾ മാറുന്നത് എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല, നമുക്ക് അതിനകത്ത് കഴിവൊന്നുമില്ല. ഈ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. അരൂപി നമ്മുടെ മുന്നിൽ പോയി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 45-ാമത്തെ അധ്യായത്തിന്റെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ന്റെ 1, 3, 4, 5 വചനം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. 1 മുതൽ വായിക്കാം. രാജ്യങ്ങൾ കീഴടക്കുന്നതിനും, യെശയ്യാ 45, 1 മുതൽ 4 വരെയുള്ള വചനങ്ങളെ. അതായത് രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗരകവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനു വേണ്ടി ആരുടെ വലത്തുകൈ താൻ ഗ്രസിച്ചിരിക്കുന്നു തന്റെ അഭിഷിക്തനായ സൈറസിനോട് കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിന്റെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് കാണിച്ചു തരും. സിനോട് പറഞ്ഞേ ഹല്ലേലൂയ. അന്ധകാരത്തിന്റെ നിധികളും രഹസ്യ ധനശേഖരവും ഇപ്പൊ എല്ലാവരും കൊണ്ട് പണം കിട്ടും, അതല്ല. ഈ പൈശാചിക ശക്തിയുടെ ചില കുടില തന്ത്രങ്ങളുണ്ട്. അവന്റെ വളരെ കണ്ണിങ് നേച്ചർ. അതായത് എഫെസസ് ലേഖനം 6-10 തൊട്ട് 20 വരെയുള്ള വചനം വായിക്കും, പ്രത്യേകിച്ച് 10, 11, 12 വചനം. അതായത് അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്വത്തിലും കരുത്തുള്ളവരാകും. സത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൊല്ല അനുഭവം ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടണം. അത് നിങ്ങൾക്ക് വേറൊന്നും ചോദിക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ വേറൊന്നും ചോദിക്കണ്ട. എനിക്ക് വേറെ ഹീലിങ്ങോ ഒരു കാര്യം ചോദിക്കരുത്. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ആ അഭിഷേകം, അപ്പസ്തോലന്മാർ പത്രോസ്, പൗലോസ്, യാക്കോബ്, യോഹന്നാൻ, തോമസ്ലീഹ തുടങ്ങിയ അപ്പസ്തോലന്മാർ ആദ്യം സഭയ്ക്ക്, കൊറിന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കിട്ടിയ, വിശ്വാസ കൂട്ടായ്മയ്ക്ക് കിട്ടിയ ആ അനോയിന്റിങ് എനിക്ക് തരണേ, അഭിഷേകം തരണേ, അത് മാത്രം ചോദിച്ച് ദാഹിക്കണമെന്നുള്ളു. അപ്പൊ ദാഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് അനോയിന്റിങ് കിട്ടും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വലിയ അനുഭവം നോക്കി. ഒരു 2-3 വർഷം മുമ്പ് ഞാൻ ഡൽഹിയിൽ ബുരാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഡൽഹി കൺവെൻഷൻ നടത്തുകയായിരുന്നു. വലിയൊരു കൺവെൻഷൻ, ഡൽഹി ആർച്ച് ഡയസീസിന്റെയും എല്ലാ രൂപതകളുടെയും കൂടി ചേർന്നുള്ള വലിയ കൺവെൻഷനായിരുന്നു. അപ്പൊ കൺവെൻഷന്റെ 3 ദിവസത്തെ കൺവെൻഷൻ. അപ്പൊ ഞായറാഴ്ച ദിവസം 4 മണിയാകുമ്പോഴത്തേക്ക് കൺവെൻഷൻ തീരും. 4 മണി കഴിഞ്ഞു. പക്ഷെ എനിക്ക് 3 മണിയാകുമ്പോൾ പോകണം. കളിച്ച് എനിക്ക് നാട്ടിൽ ഉടനെ ധ്യാനത്തിന് കയറും. അപ്പോൾ അവസാനം ഞങ്ങൾ കുർബാനയാണ് വെച്ചിരുന്നത്. അപ്പം ഞാൻ അന്ന് കുർബാനയുടെ സമയം ഞാൻ രാവിലെ കുർബാന ചൊല്ലി, എന്നാൽ ഉച്ച കഴിഞ്ഞുള്ള കുർബാന അവിടുത്തെ അഭിമന്യ പിതാവാണ് കുർബാന അർപ്പിക്കുന്നത്. അപ്പോൾ കുർബാന അർപ്പിക്കാൻ ഇപ്പോൾ അതിന് മുമ്പായിട്ട് ആരാധന കഴിഞ്ഞു. അപ്പം പെട്ടെന്ന് പോകണം, സമയം പോയി. അപ്പം ഞാൻ ഓടി. അപ്പം ഞാനോട് പറഞ്ഞു ഇനി ആരും കാണില്ല. തലേദിവസം എല്ലാം ആ ദിവസങ്ങളിലെ ആൾക്കാരെല്ലാം കണ്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞതാണ്. അപ്പം ഈ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി, ഞാനിങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ കാണുന്നത് ചില സംഭവം നമ്മൾ അറിയാൻ നിന്നു പോകുമല്ലോ. ഒരു അപ്പനും അമ്മയും കൂടെ ഒരു കുഞ്ഞുമായിട്ട് നിൽക്കി. കൊച്ചു ഓട്ടിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനമ്മയും ഒട്ടം പിടിച്ചിട്ടുണ്ട്. നമുക്ക് കരഞ്ഞു പോകും. നമ്മൾ ആ കുഞ്ഞിന്റെയും അപ്പന്റെ അവസ്ഥ കണ്ട് നമ്മൾ സങ്കടപ്പെട്ടു. അപ്പോൾ അപ്പോൾ അച്ഛാന്ന് വെച്ചു. അപ്പൊ ഇത് കണ്ടു, ബാക്കി ആരും നോക്കും. അപ്പൊ ഇത് കണ്ടവിടെ ഞാൻ ഓട്ടം നിന്നു. പെട്ടെന്ന് വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കാരണം സമയം പോയി കഴിഞ്ഞു. എനിക്ക് ഓടി അടുത്ത സ്ഥലത്ത് എനിക്ക് എയർപോർട്ടിൽ എത്തണ്ട. അപ്പൊ അവിടെ നിന്നോടി പോകുന്ന വഴിക്ക് കൊച്ചിൻ തള്ളു 3 കുരിശടയാളം കേട്ടെ, 3 ഇത്രയും ഇട്ടിട്ട് ഞാൻ വേറെ ആരും നോക്കിയില്ല, ഓട്ടിപ്പോയി. വണ്ടിയിൽ കയറി ഞാൻ പോയി. പ്രൈസലോഷ്. പിന്നെ സാക്ഷ്യം വരുന്ന കേട്ട് ഞങ്ങൾ പേടിച്ചോ. പ്രൈസലോഷ്. കർത്താവ് ആ സമയം ആ കുഞ്ഞിനെ സുഖപ്പെടുത്തി. പ്രൈസലോ. കർത്താവിന്റെ കാശ് വെറും 3 ഈശോയുടെ നാമത്തിൽ കുരിശടയാളം. പൗരോഹിത്യത്തിന്റെ ഏറ്റവും വലിയ ഗ്രേസ് ആണ്. പുരോഹിതന് എപ്പോഴും കൊടുത്തിട്ടുണ്ടെങ്കിൽ കുരിശടയാളം അല്ലേ. കുദാശകൾ പരികർമ്മം ചെയ്യുമ്പോഴും ഫുൾ ടൈം കുരിശടയാളം. ഈ കുരിശടയാളൊക്കെ പരിശുദ്ധമായി പ്രവർത്തിക്കേ. അവന് കുരിശിലൂടെയാണല്ലോ ജീവനും ആത്മാവ് കൊടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പിന്നീട് സാക്ഷ്യം വരികയാണ്. സാക്ഷ്യം കേട്ടുമ്പോൾ കരഞ്ഞു നമ്മളെ. വലിയൊരു സംഭവമാണ്. അമ്മ പറയാ, അച്ഛാ എൻ്റെ കുഞ്ഞിന്റെ പ്രശ്നം ഇതായിരുന്നു. അതായത് ഈ കൊച്ച് ഓട്ടിസം കൂടിപ്പോയി. 8 വയസ്സ് 9 വയസ്സ് പ്രായമുണ്ട്. കൊച്ചിങ്ങനെ കൂടിക്കഴിഞ്ഞിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആകെ തകർന്നുപോയി. കുഞ്ഞ് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ഈ കൊച്ചു നിലത്ത് കിടക്കുന്നൊക്കെ എടുത്ത് കഴിക്കും. അഴുകിയതുകളും അതുപോലെ എന്തെങ്കിലും ജന്തുക്കൾ കഴിക്കും. അതിനേക്കാളുപരി വിംബാറൊക്കെ എടുത്ത് കഴിക്കും. അതുപോലെ തന്നെ ചെയ്യുന്നത് ടോയ്ലറ്റിൽ കയറിയിട്ട് വേണ്ട ഇങ്ങനെ എടുത്ത് അശുദ്ധം അതൊക്കെ എടുത്ത് കഴിക്കും.
ഇത് കുഞ്ഞിന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകില്ല. ഈ കുട്ടിയോട് ആർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുങ്ങളോടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വേറെ ലോകത്താണോ കുഞ്ഞുങ്ങളെ. അപ്പൊ ഇവർക്ക് കയ്യിൽ നിന്ന് വിട്ടുപോയി. കുഞ്ഞിന്റെ അവസ്ഥ അത്രയും കാരണം അവർ വേറെ ലോകത്ത്. ഇവരുമായിട്ട് യാതൊരു അപ്പൊ കൊച്ചിൻ്റെ ഒന്നും ചെയ്യാൻ അടിക്കാനോ വഴക്കാനോ പറയാനൊന്നും പറ്റും. കാരണം കൊച്ചിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഇവർ അച്ഛൻ ഞാൻ കരഞ്ഞോണ്ട് അച്ഛൻ ഞാൻ വരികയായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ തോന്നി. അപ്പൊ എല്ലാവരും പറഞ്ഞു അച്ഛനെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു ഇത് കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ അവർ പറഞ്ഞു. അപ്പൊ ഇവരുടെ വിഷമം കണ്ടപ്പോൾ ശുശ്രൂഷകർ പറഞ്ഞു കയറുന്നോളാൻ പറഞ്ഞു. പ്രസലോഷം. അപ്പോൾ ഈ സ്റ്റേജിന്റെ സൈഡിൽ തന്നെ ഇവരിങ്ങനെ മൂലയ്ക്ക് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഈശ്വര നാമത്തിൽ ഇങ്ങനെ പരിശുദ്ധ, അതാണ് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഇങ്ങനെ 3 പ്രാവശ്യം കുരിശ് വരച്ച് ദ വെരി മൊമെന്റ് എൻ്റെ അവർ പറയാം അച്ഛൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ കുഞ്ഞിന് ഈ പ്രശ്നം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നൊരു ഒരിക്കൽ. ഇതേത് സൈക്കോളജിയാ, ഏത് സൈക്കോളജി അതിനകത്ത് പ്രവർത്തിക്കുന്നത്, ഏത് ബുദ്ധിയാ പ്രവർത്തിക്കുന്നത്? ഇത് പരിശുദ്ധാത്മാവിന്റെ ബുദ്ധി, അപ്പസ്തോല പ്രവർത്തനത്തിന്റെ ബുദ്ധിയാണ്. അപ്പസ്തോല പ്രവർത്തനം മുഴുവൻ പ്രവർത്തിക്കുന്ന ആരാ പറഞ്ഞേ? ആരാണ്? ഞാൻ പറയും പരിശുദ്ധാത്മ വിഷയം കിട്ടാൻ നിങ്ങൾ കാണിച്ചാൽ മതി. ഒരു 10-50 പ്രാവശ്യം അപ്പസ്തോല പ്രവർത്തനം ഇരുന്ന് വായിക്കാം. വായിച്ച് നിങ്ങൾ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് ആ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൈകളോട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കുക. പോരാ ഉച്ചത്തില്. ഇതുപോലൊരു രസകരമായ സംഭവം, ചില അനുഭവങ്ങൾ പരിശുദ്ധാത്മ പ്രവർത്തന. ഈ കഴിഞ്ഞ വർഷം ഈ തൃശ്ശൂർ ആമ്പല്ലൂരിൽ കൺവെൻഷൻ ഭയങ്കര ജനമായിരുന്നു. ഏകദേശം ഒരു 1,20,000 പേരോളം കൂടി. വലിയൊരു ജനമാവില്ല, നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ജനം. ഹൈവേ എല്ലാം നിറഞ്ഞ് ആളുകൾ, ഭയങ്കര ജനമായിരുന്നു. അപ്പോൾ ആ നാളുകളും ഭയങ്കര തീ പോലത്തെ ചൂടാണ്, ആർക്കും പിടിച്ചിരിക്കാം. അതുപോലെ ചൂട് പിടിച്ചെങ്കിൽ മനുഷ്യങ്ങ് പൊള്ളുകയാണ്. അവിടെയൊക്കെ ഒന്നാമത് തൃശ്ശൂർ ഭാഗം ചൂട് കൂടുതല. പ്രൈസലോഷ് ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ വിറക്കൽ, വലിയൊരു വിറക്കലുണ്ട്. അപ്പൊ അവസാനം അപ്പൊ ഇവരുടെ ഇടയ്ക്കിടയ്ക്കെല്ലാം ശുശ്രൂഷരെന്ന് പറയും അച്ഛ ഒന്ന് പ്രാർത്ഥിക്കണേ, മഴയൊന്നും പെയ്തില്ലെങ്കിൽ ഇവിടെ നാട് തീരും, നല്ല ശുശ്രൂഷ ആളുകളും മടുക്കുന്നു. അപ്പൊ എനിക്ക് ഞാൻ തോന്നുന്നില്ല, എനിക്ക് ഉള്ളിൽ എവിടെ പറയാണ്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന ആ തോന്നുന്ന ഒരു പരിശുദ്ധാത്മ നൽകുന്ന ഒരു പ്രോംപ്റ്റിംഗ് ഉണ്ട്, സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീൽ വരെ. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ സംഭവിച്ചിരിക്കും. വെറുതെ പറയുന്നില്ല, നമുക്ക് ഒരു നമ്മളെ അങ്ങോട്ടൊരു പുള്ളി, ഒരു ശരിക്കും പുഷ് ചെയ്യുന്നൊരു സമയം, ഉള്ളിൽ ശക്തമായൊരു പുഷിങ് നടക്കുക. അപ്പൊ ആ പുഷിങ്ങോട്ട് കൂടി വരും. ഹല്ലേലൂയ. ആരാധനയുടെ സമയമായപ്പോൾ ഇങ്ങനെ ആരാധന പെട്ടെന്ന് ഈശോ പറഞ്ഞ് ബന്ധിക്കാൻ പറഞ്ഞു. അപ്പൊ ഏലിയയുടെ അഭിഷേകത്തോടൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിന് നാമത്തിൽ ബന്ധിച്ചെന്ന് പറഞ്ഞേ മഴയങ്ങ് പെയ്യാം. പ്രൈസലോഷ്. ഇത്രയും പറഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞില്ല, ആരാധന കഴിഞ്ഞു. അപ്പൊ ആളുകളുടെ ഇടയിലൂടെ ഞാൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തോന്നിട്ട് ഒറ്റ മഴ. പ്രൈസലോഷ്. സംഭവം എന്നുവെച്ചാൽ, രസം എന്നുവെച്ചാൽ ഈ 2 കിലോമീറ്ററിനുള്ളിൽ മാത്രമേ മഴ പെയ്തിട്ടുള്ളൂ, വേറെ ഒരിടത്ത് ഈ മഴ പെയ്തിട്ടില്ലെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിന് മഴ പെയ്യാൻ കാരണക്കാരൻ എനിക്ക് തോന്നുന്നു അവിടുത്തെ സൗണ്ട് സിസ്റ്റംകാരനാണ്. പ്രൈസലോഷ്. അന്നുവെച്ചാൽ എന്താ കാര്യം ചോദിക്കും, തമാശ ഒന്നൊക്കെ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വിശ്വാസത്തോടെ വചനം പ്രസംഗിക്കുന്ന ഒരു ഗബ്രിയേൽ ദൂതൻ ഒരു ഭാഗത്ത് വേണം, കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ഒരു മറിയം അപ്പുറത്തുണ്ടെങ്കിലേ വചനത്തിന് മാംസം ധരിക്കാൻ പറ്റുള്ളൂ. പ്രൈസലോഷ്. വചനം പ്രസംഗിക്കുമ്പോൾ അത് വിശ്വസിക്കുന്ന ഒരാൾ വേണം, എങ്കിലേ ആ വചനത്തെ മാംസം ധരിപ്പിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കത്താത്തിന് പറഞ്ഞ ഉച്ചത്തില്. അപ്പൊ ഞങ്ങളോർക്കും ഈ മൈക്ക് സിസ്റ്റംകാരനാന്ന് പറയാൻ എന്താ കാരണം വെച്ചാൽ, രസം ഇതാണ്, അവന് ആരാധകരായപ്പോഴേക്കും അവന് പണി ഇന്നത് തീർന്നല്ലോ, പോയേക്കാന്ന് വെച്ചുകൊണ്ട് അവൻ പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആണ്ടേ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു കേട്ടു. പ്രൈസലോഷ്. വണ്ടിയെ കയറിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അവൻ പോലെ അടുത്ത് അച്ഛൻ പ്രാർത്ഥിച്ചു, എന്നാൽ ഉറപ്പായിട്ടും മഴ പെയ്യും, പടുത എടുത്തോളാൻ പറഞ്ഞുകൊണ്ട് അവന് മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞപ്പോൾ അവൻ പോയിട്ട് പടുത എടുത്തുകൊണ്ട് ഇത് മൂടാൻ വേണ്ടി പോവാണ്. പ്രൈസലോഷ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അവന്റെ വിശ്വാസം അവിടെ അഭിഷേകം ഉണ്ടാകാൻ കാരണമായി തീർന്നതെന്ന് ഞാൻ പറയാനുള്ള കഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വലിയ കാര്യം മക്കളെ, വിശ്വാസം എന്നൊരു തലം ഈ പരിശുദ്ധാത്മാവിനെ ലാൻഡ് ചെയ്യണമെങ്കിൽ ഒരു വ്യക്തി അത് വിശ്വസിക്കണം, വചനത്തെ. അത് കൃപയോട്ടോ, അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ അതൊരു കൃപയാ. ബുദ്ധിയൊക്കെ സറണ്ടർ ചെയ്ത്, എന്റെ രാഷ്ട്രീയത്തെ മുഴുവനും സറണ്ടർ ചെയ്ത്, എന്റെ യുക്തിചിന്തകളെല്ലാം സറണ്ടർ ചെയ്ത് ആ വചനത്തെ കണ്ണുപൂട്ടി സ്വീകരിക്കുന്ന ഒരു സംഭവം വേണം. അവിടെയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, അതിന്റെ പരിപൂർണതയെ സംഭവിക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ,
അപ്പൊ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. നിറഞ്ഞ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, എനിക്ക് വിശ്വാസം തരണം. എന്ത് തരണം? പറഞ്ഞേ, വിശ്വാസം. ഈശോയിലുള്ള വചനത്തിലുള്ള വിശ്വാസം തരണം പറയാം. വിശ്വാസം ചോദിച്ച് മേടിക്കണം. മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അരൂപി പെട്ടെന്ന് ഓരോ വരങ്ങളും ഓരോ അനുഗ്രഹങ്ങളും നമുക്ക് ധാരാളമായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കൈയടിച്ച് കഥ പറഞ്ഞേ ഉച്ചത്തില് 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 ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന് വരങ്ങളുണ്ട്, ദാനങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അത് 100%. മാത്രമല്ല ഇന്നത്തെ ഈ അന്ധകാര ശക്തികളെ ബഹിഷ്കരിക്കാൻ ബുദ്ധി ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യവും. മാത്രമല്ല ബുദ്ധി കൊണ്ട് ചെന്നാൽ അവൻ അതിനേക്കാളും വലിയ ബുദ്ധി നമ്മളോട് ഉപയോഗിക്കും. ഇന്ന് പലരും കൊണ്ട് പൈശാചിക ശക്തികളെ പുറത്താക്കാൻ വേണ്ടി ബുദ്ധി ഉപയോഗിക്കും. യുക്തിയും ബുദ്ധിയും വളഞ്ഞ വഴിയും പഠനങ്ങളും ഭയങ്കര അനാലിസിസും സെമിനാറും ഒരു കാര്യമില്ല. ഹല്ലേലൂയ. അതിനെ തോൽപ്പിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് വരം തന്നെ വേണം. എന്ത് വേണം? ആരുടെ വരം? ഉറക്കെ പറഞ്ഞേ, ആരുടെ വരം? പറഞ്ഞേ, പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ തന്നെ കിട്ടണം. ആ വരങ്ങൾ നിറഞ്ഞാൽ നമുക്കത് കിട്ടും. അത് നമ്മൾ ഈശോയിൽ വിശ്വസിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം, എളിമയെ ജീവിക്കണം, വിശുദ്ധരെ പോലെ ജീവിക്കാൻ തയ്യാറാകണം, അപ്പസ്തോലന്മാരെ പോലെ ജീവിക്കണം, സഹനമെടുത്ത് പ്രാർത്ഥിക്കണം, സഭയോട് ചേർന്ന് നിൽക്കണം, സഭയുടെ ആ ശൈലിക അധികാരത്തോട് പൂർണ്ണമായിട്ടും ഐക്യപ്പെട്ടു നിൽക്കണം. അങ്ങനെ നിന്നെങ്കിൽ ഈ അനോയിന്റിങ് കൃത്യമായിട്ട് പ്രവർത്തിക്കുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കൈയടിച്ച് കഥ പറഞ്ഞേ മക്കളെ ഉച്ചത്തില് പോരാ, നന്നായിട്ട് അടിച്ച് പ്രൈസ് ദി ലോർഡ്. കുറച്ചു നാൾ മുമ്പ് ഞാൻ അണക്കരയില് അണക്കര ആദ്യ ശനിയാഴ്ച ശരിക്കും ഒരു ഡെലിവർ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് അനുവാദം പരിശുദ്ധമാ തന്നിരിക്കുന്ന ആദ്യ ശനിയാഴ്ചയും പിന്നെ താമസമുള്ള ധ്യാന ദിവസങ്ങൾ കംപ്ലീറ്റ് ഡെലിവറി പീരീഡ് കൊടുക്കാൻ പറ്റും. നമുക്ക് സ്പോട്ടിൽ കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഒരു അമ്മ ഒരു സഹോദരിയും പുള്ളിയുടെ സുഹൃത്തും കൂടെയാണ് ചാപ്പലിൽ വന്നിരിക്കുക. അപ്പോൾ ആരാധനയ്ക്ക് ആദ്യ ശനിയാഴ്ച രാവിലെ വന്നു. കുറച്ചിപ്പം ഇയാൾക്ക് പ്രത്യേക രോഗം, നട്ടലിന് സെക്രലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടലിന്റെ അസ്ഥികള് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് പോകുന്നൊരു രോഗമാണ്. അപ്പൊ അതിന് ചികിത്സയില്ല. അപ്പൊ ഇത് നടക്കാൻ പറ്റും, വേച്ച് നടപ്പും, നട്ടല് വളയുന്നില്ല. അത് അതിന്റെ കശേരുക്കള് ഒട്ടിച്ചേർന്ന് ഇങ്ങനെ പോകുന്നൊരു സെക്രലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രത്യേക രോഗം. അപ്പൊ അത് പിടിപെട്ടിട്ടുണ്ട്. 3-4 വർഷമായിട്ടുള്ള ചികിത്സിച്ചിട്ട് ഒരു ഫലവുമില്ല. അപ്പൊ ഇങ്ങനെ കല്ല് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു തട്ടി പോലെയാണ്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടർമാരും പറഞ്ഞു ഇത് ഈ രോഗം ഇതാണ്, ഇതിന് മരുന്നില്ല. കാരണം അതുപോലെ അതിന്റെ ഞരമ്പ് എല്ലാ സിസ്റ്റം അങ്ങനെ എത്തിയിരുന്നു. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയുക ഇങ്ങനെ ആരാധന ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയണത്, ഇത് കർത്താവിന്റെ സാന്നിധ്യം ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. അതറിയാൻ പറ്റും. നമുക്ക് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകം ഉണ്ടെങ്കിൽ ക്രിസ്തു സാന്നിധ്യം ഇവിടെ വരുമ്പോൾ അവർക്ക് അറിവ് കിട്ടും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയുടെ ഒക്കെ സാന്നിധ്യം വരുമ്പോൾ അവർക്ക് അറിവ് കിട്ടും. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് അറിയാൻ പറ്റും. ഇതിന് ഏത് മൂലയിൽ ഇരുന്നാലും അറിയാൻ പറ്റും. ഈശോയുടെ സാന്നിധ്യം വെളിപ്പെടാൻ തുടങ്ങി അറിയാൻ പറ്റും. ഒരു അത്ഭുതമോ അടയാളമോ രോഗശാന്തിയോ ഒക്കെ കൂട്ടായ്മ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും അവർക്കറിയാൻ പറ്റും. അരൂപിയിൽ നിറഞ്ഞ മക്കൾക്ക് തന്നപ്പോൾ അറിയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ഈശോ എന്നോട് ഈശോയുടെ സാന്നിധ്യം കടന്നു വരും. അപ്പൊ എന്നിട്ട് ഈശോ എന്റെ കൈ വെറുതെ പോകും. ഞാൻ നേരം ചൂണ്ടിക്കൊണ്ട് ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, അവിടെ ഇരിക്കുന്ന ഒരു സഹോദരൻ നട്ടല് സംബന്ധമായ ഗൗരവമേറിയ രോഗം കർത്താവ് സുഖപ്പെടുത്തുന്നു അറിയാതെ ഞാനങ്ങ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് മക്കളെ വർഷങ്ങളായിട്ടുള്ള ഈ മകളുടെ ഈ രോഗം, മാരക രോഗം, ഭയങ്കര ഗൗരവമേറിയ രോഗം, സീരിയസ് രോഗമാണ്, സാധാരണ രോഗമല്ല. ആ നിമിഷം കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ആ മകളോട് അതിരറ്റ കാര്യങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ പറഞ്ഞ ഉച്ചത്തില് പ്രൈസ് ദി ലോർഡ്. ശരിക്കും പൈശാചിക ശക്തികളിൽ നിന്ന് ബഹിഷ്കരിക്കാൻ പലർക്കും പറ്റാതെ ഈ പരിശുദ്ധാത്മ അനോയിന്റിങ് കിട്ടണം. അത് ഇന്റലക്ച്വൽ അല്ല, അതൊരു ആത്മാവിന്റെ ഒരു തലമാണത്. ഈശോയുടെ സാന്നിധ്യം കടന്നു വരുന്നത് അരൂപി, അതായത് ഈശോ മിശിഹായിൽ പ്രാവിന്റെ രൂപത്തിൽ വന്നിറഞ്ഞ അതേ ഒരു അനോയിന്റിങ് നമ്മൾ സംഭവിക്കുന്നുണ്ട്. ശരിക്കും കൂദാശ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതങ്ങ് വിശ്വസിക്കണം, അതിനെ അല്പം കൂടെ സ്നേഹിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ആളുകൾ സെന്ററിലുണ്ടായ വലിയൊരു മിറക്കിളാണ്. ഒരു സഹോദരനെയും കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാം കൂടെ കൂട്ടി ഒരു ആംബുലൻസിൽ കൊണ്ടുവരികയാണ്. അവിടെ ഒരു ദിവസം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരാളുടെ രോഗം എന്ന് വെച്ചാൽ തലയ്ക്കകത്ത് പ്രത്യേക രോഗം വന്നു. അതുപോലെ ലങ്സിനും കരളിനും പിടിപെട്ടിട്ട് കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലായിരുന്നു കുറേ ദിവസങ്ങൾ. അവിടെ വെച്ച് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കോട്ടയം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിലേക്ക് അവർ റെഫർ ചെയ്തു. മെഡിക്കൽ സെന്ററിലുണ്ട് കുറച്ച് ദിവസം കടന്നു. അതിനുശേഷം അവരും
അവർ പറഞ്ഞു ആൾ കംപ്ലീറ്റ് പോയി, ഈ തൊണ്ടയുടെ ഭാഗം പാരലൈസ്ഡ് ആയി, പിന്നെ ആളുടെ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, തലച്ചോർ സ്ഥിരമാകുന്നു, ആള് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ നേരെ ഇവര് വൈക്കത്ത് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ എന്നോട് അവർ എടുത്തെന്നിരിക്കും തോന്നുന്നു 37-38 അത്രയാണ്, 37-38 ദിവസം ICUവിൽ തന്നെ കിടക്കുക. അപ്പൊ ആള് മരിച്ചു പോകുന്ന അവസ്ഥയിൽ ട്യൂബിട്ടിരിക്കുകയാണ്, അവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആളിങ്ങനെ കിടപ്പുണ്ട്, കംപ്ലീറ്റ് അൺകോൺഷ്യസ് ആയി പോയി, കംപ്ലീറ്റ് പോയി. അപ്പൊ അവർ അന്ത്യകൂദാശ കൊടുത്തു. ഡോക്ടർ പറഞ്ഞു ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ കൊണ്ടുപോകുമോ. അപ്പൊ അവരിങ്ങനെ വിഷമിച്ച് എന്ത് ചെയ്യണോ അറിയാൻ മേലാതിരിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് ഇവർക്കൊരു തോന്നല്. അപ്പൊ ആരോ പറഞ്ഞു ഇങ്ങനെ അണക്കരയിൽ ഇങ്ങനെ ഒരു പ്രയർ, ഡെലിവറൻസ് പ്രയർ നടക്കുക. ചില സമയത്ത് വെച്ചെങ്കിൽ പറയും ഇന്ന ദിവസങ്ങളിൽ ശുശ്രൂഷ നടത്താൻ പറയാം. കർത്താവ് പറയുന്ന ദിവസം അവിടെ വെച്ചാൽ അനുഗ്രഹമാണ്. അപ്പൊ ഉടനെ സംഭവിച്ചത്, ഇവര് ഒരു ആംബുലൻസിൽ, ഒരു ICU ഉള്ള ഫുൾ മെഷീനറി ഉള്ള ഒരു ആംബുലൻസിൽ ഈ സഹോദരനെ എടുത്ത് ശരിയാക്കി ഇവർ എടുത്തുകൊണ്ട് നേരെ അവിടെ കൊണ്ടുവരിക എന്ന് ഓർമ്മിക്കുന്നുണ്ട്. ഞങ്ങളുടെ അവിടുത്തെ കിച്ചൻ്റെ അടുത്ത് അവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്, അവിടേക്കാണ് ഈ വണ്ടി കൊണ്ട് കയറ്റിയിട്ട്. അപ്പം ഞാൻ ചാപ്പലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ വണ്ടിക്കകത്ത് കയറി, ആള് കംപ്ലീറ്റ് ഒരു അനക്കമില്ല, ജീവൻ പോലും, ജീവനുണ്ട്, ഇങ്ങനെ ആള് കിടക്കുക. അപ്പൊ ആള് തലയ്ക്ക് വെച്ചിട്ട് അതാണ് പരിശുദ്ധാഭിഷേകം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, അപേക്ഷിക്കുന്നു, 3 പ്രാവശ്യം കുരിശ് വരച്ചു. എനിക്കിതാണ് 3 വർഷം കർത്താവിൻ്റെയും പുത്രനെയും പരിശുദ്ധം കുരിശ് വരച്ചിട്ട് നമ്മളും വിളിച്ചു, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കർത്താവ് അവിടെ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, അവരെ വിശ്വസിച്ചോളാൻ പറഞ്ഞു. അവർ താങ്ക് യു വെച്ച, നന്ദി വെച്ച എന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുപോവാണേ. കൊണ്ടുപോകുന്ന വഴിക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അവർ പറയാൻ അവിടുന്ന് പോയി 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഈ മനുഷ്യൻ തന്നെ കണ്ണു തുറക്കുന്നു. ഈ മനുഷ്യൻ തുറക്കുന്നു. അപ്പൊ ഇവര് ആശുപത്രിയിലേക്ക് തിരിച്ചു കൊണ്ടുകൊണ്ട് അവര് ആശുപത്രി കൊണ്ടുപോയില്ല, നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയിട്ട് ആളെ എഴുന്നേറ്റു. വൈകുന്നേരം ആയപ്പോൾ ആള് 100% സൗഖ്യപ്പെട്ട് എഴുന്നേറ്റ് സംസാരിച്ച് തുടക്കം. മക്കളെ, ബൈബിള് സത്യമാണത്, ബൈബിള് സത്യമാണ്. ബൈബിളിലെ അത്ഭുതങ്ങൾ ഇന്നും സഭയിലൂടെ തുടരേണ്ടതാണത്. തുടരണമെങ്കിൽ നമ്മൾ അനോയിന്റഡ് ആകണം, അഭിഷേകത്തിൽ വരണം. നമ്മളൊന്ന് വേറെന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ഓട്ടത്തില്ല. എല്ലാവരും ഓടുന്നു വേറെന്തോ ലോകാരൂപി കൊണ്ട് നിറയാൻ വേണ്ടി ഓടുക. പണം എന്തേലും ഉണ്ടാക്കി, കാശ് എന്തേലും ഉണ്ടാക്കി, എന്തേലും പഠിച്ചു, എത്ര രാജ്യങ്ങളിൽ ജോലി ചെയ്തു, എന്ത് വേഹിപ്പേ, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ശ്രേഷ്ഠമായത് പരിശുദ്ധാത്മാഭിഷേകമാണ്. ആ അനോയിന്റിങ് സ്വന്തമാക്കാത്തതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പുറകെ നമ്മൾ ഈ കിടന്ന് ആർത്തി കൂടുതലുള്ളവനെല്ലാം കുഴപ്പം പരിശുദ്ധാത്മാഭിഷേകം കുറവാണ്. എന്തിനോടെങ്കിലും ആർത്തികളുണ്ടെങ്കിൽ ഓർത്ത് അവൻ അനോയിന്റഡ് അഭിഷേകം പോയതാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെപ്രാളവും ഈ ബഹളവും ഈ ഒരു ആകുലതയും, പണം, കാശ്, പേര്, പെരുമ, ബിസിനസ്, പോരെ എല്ലാം നിരാശ, വസ്ത്രങ്ങൾ, പുതിയ മോഡികളൊക്കെ, പുതിയ കളറുകൾ, ആഭരണങ്ങൾ എല്ലാം ഇങ്ങനെ വാരി. കാരണം ഭൗതിക വസ്തുക്കളുള്ള ഒരു ആർത്തി പോയിട്ടില്ല. പോകാത്തതിന്റെ കാരണം ശരിക്കും അനോയിന്റഡ് ആയിട്ടില്ല. അനോയിന്റഡ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഇൻഡിഫറൻസ് ഉണ്ടാകും, അതിനോടുള്ള വിരക്തി എന്നൊരു പുണ്യം ഉണ്ടാകും. വിരക്തി പരിശുദ്ധാത്മാവിന് അതിന് താല്പര്യം. കാരണം നമുക്ക് അതിനേക്കാളും വലിയ ആനന്ദമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു പേടിക്കാം? സർവ്വ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൈയടിച്ച് കഥ നന്ദി പറയാം. ഉച്ചത്തില് കരങ്ങളുയർത്തി അടിച്ച് ഉച്ചത്തില് ഒറ്റ വിളി, ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നാളുകള് കഴിഞ്ഞ ജൂൺ മാസത്തില് കൊറിയയിൽ ഞങ്ങൾക്കൊരു ശുശ്രൂഷ ഉണ്ട്. കൊറിയയിൽ 4 വലിയ കൺവെൻഷൻ ഉണ്ടായിരുന്നു. കൊറിയൻസിന് വേണ്ടിയാണ്, ഇംഗ്ലീഷ് പ്രകാരം നല്ല ശുശ്രൂഷ. എനിക്ക് മറ്റൊന്നും വിചാരിക്കരുത്, ഈ നാളുകൾ ഞാൻ ഒരുപാട് നമ്മുടെ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ ശുശ്രൂഷകൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിക്കില്ല, ഇതുപോലൊരു അനോയിന്റഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ്. എന്തൊരു തീഷ്ണത എന്നവർക്ക്. പള്ളി വന്നു കഴിഞ്ഞാൽ ഫുള്ളി സറണ്ടർ. അവർ കുർബാനയുടെ മുമ്പിൽ അവരുടെ പരിശുദ്ധ കുർബാനയോട് കാണിക്കുന്നവരുടെ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിച്ചു. പരിശുദ്ധ കുർബാന അടുക്കൂടെ നടക്കുന്നത് അവർ ഓരോ കാര്യങ്ങളും വചനത്തോടും എന്തോ ഒരു റെസ്പെക്റ്റും, ഒന്നാമത് അവരുടെ കൾച്ചറും തന്നെ ഒരു ഗ്രേസ് ഉണ്ട്. ഹല്ലേലൂയ. അതുകൂടാതെ അനോയിന്റഡ് ഞാൻ അച്ഛന്മാരും എല്ലാം വലിയൊരു പിതാക്കന്മാരും എല്ലാം കൂടി വലിയൊരു കൺവെൻഷനാണ്, വല്ല സഭയുടെ ഒഫീഷ്യലായ കൺവെൻഷനാണ്. അപ്പൊ എല്ലാം ഭയങ്കര അനോയിന്റഡ് ആയിട്ട് നടക്കുകയാണ്. അപ്പൊ ഞാൻ അവർക്ക് ഈശോ മതി, ഈശോയ്ക്ക് മരിക്കാൻ, ജീവൻ കൊടുക്കാൻ എന്തിനും തയ്യാറാണ്. കാരണം അനോയിന്റഡ് ആയി തീർന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മളിതെല്ലാം സഹായിക്കുന്നത്. ആരാണ്?
പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ദാഹിക്കണം. ഞാൻ പറഞ്ഞ ദിവസങ്ങളും പ്രാർത്ഥിക്കും, ഉപവാസം പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ആഗ്രഹിച്ചു. ഒരു ഉപവാസം പോലും എടുക്കണമെന്നുണ്ടല്ലോ, പരിശുദ്ധാത്മ അഭിഷേകം വേണം. നമുക്ക് ഒരു ദിവസം നോയമ്പ് എടുക്കണമെങ്കിൽ പോലും പരിശുദ്ധാത്മ അഭിഷേകം വേണം. ഇപ്പം നമ്മുടെ സഭയുടെ നോയമ്പുകളൊക്കെ വരുന്നുണ്ട്, 25 നോയമ്പുണ്ട്, 50 നോയമ്പൊക്കെ ഉണ്ട്. ഈ നോയമ്പൊക്കെ എടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധ അഭിഷേകം വേണം. വെള്ളിയാഴ്ച ദിവസം ഒരു കാരണവശാലും നമ്മൾ മാംസം ഭക്ഷിക്കരുത്. ഞാൻ ജനിച്ച പിന്നെ ഇന്നേ വരെ എന്ന സാഹചര്യം വന്നാലും ശരി, ഞാൻ വെള്ളിയാഴ്ച ദിവസം ഞാൻ മാംസഭക്ഷണം ഒരിക്കൽ പോലും കഴിച്ചിട്ടില്ല. പ്രസലോഷ്. കാരണം ഞാൻ കർത്താവിന് വാക്ക് കൊടുത്തിരിക്കുന്നതാണ്, വിട്ടുകൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് സാധിക്കുമത്. ഈ സാധിക്കുന്നത് നമ്മൾ ആരുള്ളോണ്ടാ പറഞ്ഞേ? ആരുള്ളോണ്ടെങ്കിൽ സാധിക്കുന്നത് അത് പരിശുദ്ധം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. അഭിഷേകം കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നമുക്കൊരാൾ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിക്കാൻ പറ്റില്ല. അവിടെ പരിശുദ്ധം അഭിഷേകമാണ്. സർവ്വത്തിൽ പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച കാര്യങ്ങൾ സ്തുതിച്ചേ പോരല്ലോ. ഒറ്റ വിളിച്ചോ, വിളിച്ചോ. ആമേൻ, ആമേൻ. സർവ്വത്തിൽ ഹല്ലേലൂയ. ഈ ഒരു വചനം അച്ഛൻ വായിക്കാവേ. ഈ വചനം നമ്മൾ നിറയാൻ വേണ്ടി ഇത് ആഗ്രഹിക്കണം. ഇത് അച്ഛൻ തുടക്കം വിട്ടു തരുന്നതാണ്. ഇനി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇത് വേണം. 1 കൊരിന്ത്യർ 12, 1 തൊട്ട് 11 വരെ. സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിജാതിയരായിരുന്നപ്പോൾ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അപഥസഞ്ചാരം ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണെന്ന് എന്നേറ്റു പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടി. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞേ ഓരോരുത്തരിലും. എല്ലാവരും പറഞ്ഞേ ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. അവിടെ എല്ലാവരും വെളിപ്പെടണം. ഹല്ലേലൂയ. അടുത്ത വചനം കേട്ടു. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. പറഞ്ഞ ഹല്ലേലൂയ. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും വേറൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവ്. ആത്മാക്കൾ ചർച്ചയില് ഒരാളിൽ പ്രവർത്തിക്കും. ഇപ്പം പരിശുദ്ധാത്മാവിനെ പോലെ ചില ആൾക്കാർക്ക് വരിക വലിയ അത് പരിശുദ്ധ ആയിരിക്കും, ചിലപ്പോൾ പൈശാചത്തേക്ക്. ഇപ്പൊ തിരിച്ചറിയണം, ഡിസേൺമെന്റ്. അപ്പൊ ഓരോ സ്പിരിറ്റിനെ തിരിച്ചറിയണം പറഞ്ഞു. അത് വലിയ തലമാണ്. പ്രസലോട്ട്. അപ്പൊ അല്ല ചുമ്മാ ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരു ബന്ധനം ഒരാളുടെ അഴിയത്തില്ല, എന്നെ അറിയില്ല. അത് സ്പിരിറ്റാന്നറിഞ്ഞ് അതിന്റെ വചനം വെച്ച് അതിന്റെ കൃപ വെച്ചുകൊണ്ട് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു തലമുണ്ട്. അപ്പൊ അല്ലാതെ ഒരു സ്പിരിറ്റ് ഒരു കുടുംബത്തിൽ ഒരു ഇന്ന പ്രോബ്ലം ആണെങ്കിൽ അതിനെ തന്നെ അല്ല വേറെ ചെയ്ത് ശരിയാകത്തില്ല. പ്രസലോട്ട്. അപ്പൊ അതിന്റെ കൃത്യ സംഭവമുണ്ട്. ഓരോന്നും ഓരോ സ്പിരിറ്റ്. അതിനെ കുറിച്ച് പറയാം. പ്രസലോഷ്. ഇതിന്റെ മുഴുവൻ ക്ലാസ് നമുക്ക് അണക്കരയിൽ താമസിച്ചുള്ള ധ്യാനത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യ ശനിയാഴ്ച ഒഫീഷ്യൽ ടീച്ചിങ്, മൊത്തം ഒഫീഷ്യൽ സഭയുടെ ആധികാരികമായ ടീച്ചിങ്, വിശുദ്ധരുടെ അനുഭവങ്ങൾ എല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഉപയോഗിക്കുന്നതാണ്. സെന്റ് ആന്റണി, സെന്റ് പാദ്രിപ്പിയോ, സെന്റ് ബെനഡിക്റ്റ് ഇവരുടെ അനുഭവങ്ങളെ മുഴുവൻ എടുത്തു വെക്കും. പ്രസലോഷ്. ഇവിടെ അനുഭവങ്ങൾ എടുത്തു. അതുപോലെ ജോൺ മരി വിയാനി ഇവരുടെയൊക്കെ അനുഭവങ്ങൾ. കാരണം അവരൊക്കെയാണ് ഒത്തിരി ആത്മാക്കളെ നേടിയത്. പ്രസലോഷ്. നമുക്ക് ഒരുപാട് ആത്മാക്കളെ നേടണ്ടേ, ഒരുപാട് പേരെ വിശുദ്ധീകരിക്കണ്ടേ. അത് ചെയ്യുന്നില്ല പിന്നെ നമ്മുടെ അധ്വാനം കൂടെ എന്താ ഗുണം എന്താ? ഒരുപാട് പേരെ നേടണ്ടേ, ദൈവരാജ്യം വളരണ്ടേ, സഭ മുഴുവനും ക്രിസ്തു രാജ്യം വളരണ്ടേ, എല്ലാ മക്കളിലെയും അന്ധകാര ശക്തികൾ പുറത്തുപോയി അവരെല്ലാം സത്യാത്മാവ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണ്ടേ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ? ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റും. നമുക്കുള്ളതേ കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്തൊന്നും കൊടുക്കാൻ പറ്റിയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളിച്ച് ഈശോയേന്ന് വിളിച്ചേ. ഒരിക്കല് ഒരു വലിയ മിറക്കിളാണ്. ഒരു യുവതിയെ കൊണ്ട് അവരുടെ വീട്ടുകാർ വന്നേ, അവരുടെ മകളെയും കൊണ്ട്. മോക്കൊരു 25 വയസ്സ് പറഞ്ഞു. വളരെ ഡേർട്ടി ലൈഫ്. ഷി വാസ് ആഫ്റ്റർ മെനി റിലേഷൻഷിപ്സ്. ഒരുപാട് തിന്മയ്ക്കകത്ത് പാപകരമായ ബന്ധത്തിൽപ്പെട്ട് കിടന്ന കൊച്ച. അപ്പൊ കൊച്ചു ഷീസ് ടോട്ടലി ഡിസൊബീഡിയന്റ്. അനുസരണമൊന്നുമില്ല. അപ്പനവൻ തെറി വിളിക്കുള്ളൂ, ഒരു രക്ഷയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ എൻ്റെ താലേ കൈവച്ചപ്പോഴത്തേക്കും പേടിച്ചു. നമ്മൾ ഇതങ്ങും അല്ലറിക്കൊണ്ട് എന്നെ ആക്രമിക്കാൻ പറ്റും. ശുശ്രൂഷകരൊക്കെ അവർ പിടിച്ചു, ഒരു രക്ഷയില്ല. അപ്പൊ ഒരു
ധ്യാനത്തിന്റെ സമയത്ത്, ധ്യാനത്തിന്റെ അവസാനത്തെ ദിവസമാണ് ധ്യാനം. അപ്പോൾ ബുധനാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം രാവിലെയാണ് ധ്യാനം തീരുന്നത്. പക്ഷെ ബുധനാഴ്ച വൈകിട്ടൊരു പ്രത്യേക ഡെലിവറൻസ് പറയാൻ നടക്കും. അപ്പൊ ആ സമയത്ത് അങ്ങോട്ട് ഭയങ്കരമായിട്ട്, അപ്പോൾ 10 മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈ സംഭവം മാറുന്നില്ല. സാധാരണ ഈശോ, അപ്പൊ എന്റെ ഈശോ എന്താ ഇത്? ഞാനിങ്ങനെ ഈശോ എന്ത് വേണ്ട, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കുക. അപ്പൊ എന്നെ ഈശോ പറയും ഇതുപോലെ ചെയ്യാൻ പറയും. അപ്പൊ അതാർക്കും ഗ്രഹിക്കാൻ വരുന്ന കാര്യമില്ല കേട്ടോ, ഒരു പ്രത്യേക തലത്തിലാണ്. അപ്പൊ ഈ കൊച്ചിനെ കുറേ പഠിച്ച ഒരു രക്ഷയില്ല. അപ്പൊ നിലത്ത് കൊണ്ട് ഭയങ്കര ബഹളവും കൊടുക്കുക. അപ്പൊ നമുക്ക് മാനസിക രോഗം നമുക്ക് തോന്നിപ്പോവും. മാനസിക രോഗമൊന്നും അല്ല, പൈശാചികതയാണ്. ചിലതുണ്ട് മനസ്സിൽ രണ്ടും കൂടെ ക്ലബ് ചെയ്യും. അത് ചില കേസുകളാണ്. അത് രണ്ടും നമ്മൾ ഡിസൈൻ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും രോഗങ്ങളുള്ള ആളുകളിൽ അന്ധകാര ശക്തികളുടെ സ്വാധീനം കൂടുതൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തരം രോഗങ്ങളുള്ള ആളുകളിലും അന്ധകാര സ്വാധീനമുണ്ട്. അവിടെ പ്രാർത്ഥനയും വേണം, മരുന്നും വേണം. ചിലർക്ക് പ്രയർ മാത്രം മതി. ചിലർക്ക് പ്രയറും ഇത് മരുന്നും കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് നമുക്ക് ഹീലിംഗ് ശുശ്രൂഷ പവറും കൂടി ഉണ്ടെങ്കിൽ മരുന്ന് വേണ്ട, നമുക്ക് ഡെലിവറൻസ് പ്രയർ കൊണ്ട് തന്നെ 2 കേസും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള അനോയിന്റഡ് ആയിട്ടുള്ള ഒത്തിരി ശുശ്രൂഷ സഭയ്ക്ക് ഉണ്ടാകണം. ഡ്യൂപ്ലിക്കേറ്റ് അല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ഒത്തിരി പേരുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വലിയ അപകടകാരികളാണ്. അത് സഭയ്ക്ക് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കും. ഹല്ലേലൂയ. അതിന് പിന്നെ ത്യാഗം, ഉപവാസം, പ്രാർത്ഥന, അനുസരണം, സഭയോടുള്ള ബന്ധം, വിശ്വാസ ബന്ധം, പണ്ടുകളും സത്യസഭയോടും വിശ്വാസ ബോധ്യങ്ങളോടുള്ള ആഴമേറിയ ബന്ധമുണ്ടാണ്. അങ്ങനെ അത് പോകാൻ പറ്റുള്ളൂ. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ 10 മിനിറ്റ് പരിശുദ്ധമാരോട് നീ പോയി കുർബാന അർപ്പിക്കുക. കുർബാനയുടെ സമയത്തായിരിക്കും ഞാൻ ഈ മകളെ സുഖപ്പെടുത്താൻ പോകും. വിശുദ്ധ കുർബാന. അപ്പൊ ഞാൻ പുറത്തിറങ്ങി ശുശ്രൂഷകരോട് ഞാൻ പറഞ്ഞു, ഇതിപ്പം തീരില്ല, കാരണം കുർബാനയുടെ സമയമായി, ഞാൻ അങ്ങ് പോകും കുർബാനയ്ക്ക്. അപ്പൊ ഈ കൊച്ച് ഞാനിങ്ങനെ ചെവിയിലാണ് ശുശ്രൂഷകൾ പറയുന്നത്. അപ്പോൾ ഇത് അവിടെ കിടക്കുന്നു. ആ സ്പിരിറ്റ് പൈശാചി അല്ലറിക്കൊണ്ട് പറയാ എന്നോട്, എന്നെ വിളിച്ചോ, നിന്നെ കുർബാന ചെല്ലിപ്പിക്കുകയില്ല, അതാണ് എൻ്റെ ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. ഇത്ര നേരം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ നീ അവിടെ കിടന്നു, ഞാൻ ബാക്കി നോക്കിക്കോളാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എനിക്ക് വഴി പറഞ്ഞില്ലേ. എനിക്ക് ഏറ്റവും ദിവസം എനിക്കിങ്ങനെ വഴി കിട്ടും. ഇവർക്കറിയാം, ശുശ്രൂഷക ഈശോ ഒരു വഴി എനിക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഏത് കേസ് വരുമ്പോഴും അർണാവ് എന്നെ സഹായിക്കാറുണ്ട്. വേറെ ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല കേട്ടോ. ഈശോയുടെ അർണാവ് തരുന്നൊരു പേഴ്സണൽ ആയിട്ട് അനുഭവം. അത് ബൈബിളിൽ പറഞ്ഞ റെവലേഷൻ 2:17 പറഞ്ഞ പോലെ അവനൊരു വെള്ളക്കല്ല് കൊടുക്കും, അതിലൊരു നാമം എഴുതിയിരിക്കും. അത് ലഭിക്കുന്നവനല്ലാതെ മറ്റാർക്കും അതറിയത്തില്ല. ആ സ്വന്തമാക്കുന്ന ആൾക്ക് മാത്രമേ അതെന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അത് വലിയൊരു, ഞാൻ ആരുമല്ല കേട്ടോ, ഞാൻ ഭാവിയിലൊന്ന കർത്താവിൻ്റെ കരുണയാണ് ഈ കൊട്ടുകൂടും, അല്ലാതെ എൻ്റെ കഴിവിനകത്തൊന്നുമില്ല. ഇതൊക്കെ ദാനങ്ങളല്ലാതെ മെച്ചപ്പെട്ടതെന്നൊന്നും പറയാനൊന്നുമില്ല. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ അടുത്ത് കേൾക്കും. ഞാൻ നേരെ പള്ളിയിൽ പോയി. ഞാൻ ഇപ്പം 2-3 ശുശ്രൂഷ പറഞ്ഞു, ഈ മകളെ നോക്കിക്കോണം, അത് കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും, പേടിക്കണം. നേരെ ഞാൻ പള്ളിയിൽ കയറി കുർബാന അർപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കുർബാനയുടെ സ്ഥാപന വാക്യം പള്ളിക്കകത്ത് ചൊല്ലുക. ഇത് വേറെ സ്ഥലത്താണ് ഇത് കേട്ടോ, വേറെ പ്രയർ മുറിയിൽ. അവിടെ 2 ശുശ്രൂഷ. കുർബാന സ്ഥാപനം, ഇതിൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങിപ്പക്ഷിക്കുവിൻ, ഇതിൻ്റെ രക്തമാണ്, വാങ്ങിപ്പാനം ചെയ്യുവിൻ, ഇതിൻ്റെ ഓർമ്മയ്ക്കായി. ഈ പ്രയർ, ആ പ്രാർത്ഥന സഭ ഈശോ മിശിഹായുടെ അന്ത്യത്താഴത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ അനുസ്മരണം നടത്തുന്ന ആ സമയത്ത് ഇതപ്പെട്ട ഇളക്കി മറിഞ്ഞ് ഇവർ പറഞ്ഞ് പേടിച്ചു. അവിടുന്ന് ഈ വസ്തുക്കളൊക്കെ എടുത്തെറിഞ്ഞ് പൊട്ടിച്ച് കസേര കൊട്ടിച്ച് ഇതെല്ലാം തീർന്നു. ഇത് നടക്കുന്ന ആ ബലിയുടെ സമയത്താണ്. അന്ത്യത്താഴത്തിന്റെ സ്മരണ പള്ളിയിൽ നടക്കുന്ന സമയത്ത് അന്ധകാര ശക്തി ഈ മകൾ ഇന്ന് വിട്ടുപോയി. പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു. അപ്പൊ ഇത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈശോ പറഞ്ഞു, അവൻ മുറിച്ചെന്നിട്ട് എൻ്റെ തലയൊന്ന് കുരിശ് വരച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്നു, തലയെ കുരിശ് വെച്ചു, ആളെഴുന്നേറ്റു, ആള് ഹീൽ, ടോട്ടലി ഹീൽ, പ്രശ്നവും തീർന്നു, എല്ലാം തീർന്നു. ഈ കുർബാനയുടെ പവർ എന്ന് വെച്ച് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അറിയത്തില്ല. അറിയാമെന്ന് പറയുന്നവർക്ക് പലപ്പോഴും ഒട്ടും അറിയത്തില്ല. ഈശോയെ ആരാധന. പ്രൈസ് ദി ലോർഡ്. അതിന്ന് ഒഴുകുന്നൊരു പവർ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിന്റെ കോടാനകോടി അപ്പുറത്തം. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചേ, നന്നായിട്ട് കടിച്ചേ, കട്ടാടിയട്ടെ.
ഒറ്റ വിളി ഈശോയെ എന്ന് വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കലും ബോംബെയില് ഒരു അച്ഛന്മാരുടെ ധ്യാനത്തിന് ഞാൻ പോകുകയാണ്. അവിടുത്തെ ബോംബെ കല്യാൺ ഡൈസസിലെ വൈദികരുടെ ധ്യാനം നടത്താൻ വേണ്ടി ചെന്നു. അപ്പൊ അതിന്റെ തലേദിവസം അവിടെ യൂത്തിന്റെ ഒരു ട്രീറ്റ് വെച്ചു. യൂത്തിന് വേണ്ടി ഒരു പള്ളിയില്ല, വലിയൊരു മിറക്കിൾ സംഭവിച്ചേ. ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ആരാധന തുടങ്ങി. അപ്പൊ ഈശോ ഇങ്ങനെ പറഞ്ഞു, 1-2 സന്ദേശം ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈശോനെ പറഞ്ഞ്, ഈ നട്ടലിന് ഒരു രോഗമുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുന്നുണ്ട്. ഇങ്ങനെ അമ്മ അങ്ങനെ പറഞ്ഞിരുന്നു. നമുക്ക് കിട്ടുമോ? അത് കിട്ടണോ? അത് ഇത് കഥയൊന്നുമില്ല. നമ്മളിന്ന് വിശ്വാസം പോയതോടെ വരങ്ങൾ സഭയ്ക്ക് കുറഞ്ഞുപോയി. വരങ്ങൾ കുറയുന്നതനുസരിച്ച് സഭയ്ക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രസിലോഷ് സഭയ്ക്ക് ബുദ്ധിമുട്ട് കൂടും, ക്ലേശം കൂടും. വരങ്ങൾ കൂടി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൂടിയാലേ സഭയ്ക്ക് അന്ധകാര ശക്തികളെ പരാജയപ്പെടുത്താനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാഹിച്ച് ഇത് ഇപ്പൊ അച്ഛനെ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, ഈശോയിൽ ഉറപ്പ് ഇപ്പൊ തന്നെ അനോയിന്റിങ് കിട്ടും. ഈ അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏത് ചോദിക്കുന്നു, വെറുതെ പറയുന്നല്ലോ കേട്ടോ. അച്ഛൻ നിങ്ങൾ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നു, കണ്ണിൽ പൊട്ടിയിടാൻ പറയുന്നതല്ല. ഇത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ഇപ്പൊ തന്നെ ഈ കൃപകൾ അച്ഛനീ പറയുന്നത് എന്നിൽ സംഭവിച്ചതെല്ലാം നിങ്ങളിലൂടെയും സഭയിലൂടെ സംഭവിക്കട്ടെ എന്ന് അച്ഛൻ ആഗ്രഹിച്ച് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെയും കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, 2 കരം പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ കൈയടിച്ച് ഈശോയുടെ മക്കളെ നന്നായിട്ട് ഉച്ചത്തില് കെട്ടടിച്ച് മൊത്തം വഴിയിട്ട് ഈശോരാൽ സ്തുതിക്കുന്നു. പരിശുദ്ധ. അപ്പൊ ഇങ്ങനെ ഓരോ ഹീലിങ്ങുകൾ നടക്കുന്നതാണ്. ഓരോ വ്യക്തികളിൽ അന്ധകാര ശക്തികൾ വിട്ടുപോകുന്ന നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. വേറൊരു അനുഭവം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലായിട്ട് വരുന്നത്, അതായത് ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഒരിടത്ത് ഒരു അണക്കര ധ്യാനം നടക്കുക. ധ്യാനത്തിന്റെ അവസാന സമയം ഞാൻ മുമ്പ് പറഞ്ഞു തീർക്കട്ടെ, ബോംബെ വെച്ചുണ്ടായ സംഭവം. അപ്പോൾ ഇങ്ങനെ ഒരു ഹീലിംഗ് ഇങ്ങനെ ഉണ്ടാകുന്നതായിട്ട് ഈശോ ഇങ്ങനെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ശുശ്രൂഷ കഴിഞ്ഞു. ഞാൻ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുന്ന അവിടുത്തെ സെന്ററിലോട്ട് പോയി. രാവിലെ ധ്യാനം തുടങ്ങാറായപ്പോഴത്തേക്കും അച്ഛന്മാരുടെ ഇൻഫർമേഷൻ, ഒരു വലിയൊരു മിറക്കിൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടി, അവള് എൻ്റെ 17-18 വയസ്സ് പ്രായമുള്ളൂ. ഈ കൊച്ചിന് ജന്മന നട്ടല് വളഞ്ഞിരിക്കുന്നു, ബൈ ബർത്ത്. അപ്പൊ ഈ നടക്കുമ്പോൾ ഇതിന് ഒരു കാല് ശരിക്കും ചട്ടിയാണ് നടക്കുന്നത്. പ്രസലോട്ട് അതിന് ഒരു അംഗവൈകല്യമുള്ള കുട്ടിയെ പോലെ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കുഞ്ഞ് അന്ന് ഈ ആരാധനയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്നേ, ഡെലിവറി ശുശ്രൂഷ പങ്കെടുക്കാൻ വന്നേ. അപ്പൊ ഈ കൊച്ചു പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നു എൻ്റെ നട്ടലിന് വളമുണ്ട് ഈശോ സുഖപ്പെടുത്തണേ. അപ്പൊ അന്ന് ഈ അവരവിടെ ബോക്സ് ഒന്നും വെച്ചില്ല, മധ്യസ്ഥ പ്രാർത്ഥന എഴുതാൻ വേണ്ടി ആരും വെച്ചില്ല. ആർക്കും ഇത് അറിയില്ല, ഇതിന് പവർ അറിയില്ലല്ലോ, പരിശുദ്ധാത്മാവിന്റെ പവർ അറിയില്ല, കുർബാനയുടെ പവർ അറിയത്തില്ലല്ലോ. നമുക്കതിൻ്റെ ഈ ശക്തി ഉണ്ടല്ലോ, വചനത്തിന്റെ ശക്തി, വരങ്ങൾ അറിയത്തില്ല. നമുക്ക് ഒത്തിരി പേർക്ക് ഇന്ന് അറിയത്തില്ല. അറിയാവുന്ന ഭാവമുണ്ട്, പക്ഷെ അറിയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഈ കൊച്ചെന്ത് ചെയ്തു, ആരും ഇടാഞ്ഞുകൊണ്ട് ഈ കുഞ്ഞി പേപ്പർ എഴുതിയിട്ട് പൊക്കി ഇങ്ങനെ ആരാധന സമയത്ത് കുർബാനയുടെ പൊക്കി ഉയർത്തി പിടിച്ചുകൊണ്ട് ഇത് കൂടി. കുഞ്ഞു പറയുകയാണെന്ന് ധ്യാനം കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് അമ്മയോട്, അമ്മേ അച്ഛൻ എന്ന ആരാധന സമയത്ത് നട്ടലിന് രോഗമുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു പറഞ്ഞിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, മോളെ അത് നിനക്ക് തന്നെയാണ്, നീ സംശയിക്കാതെ വിശ്വസിച്ചാൽ മതി, സംശയിക്കാതെ വിശ്വസിച്ചാൽ മതി. അപ്പൊ ഈ കുഞ്ഞു പോയിട്ട് കിടന്നുറങ്ങി. പ്രിയപ്പെട്ടവര്, അവർ പറയാണ്, നേരം വെളുക്കുമ്പോൾ ഇവർ കാണുന്നത് ഈ കുഞ്ഞിന്റെ നട്ടല് പുരോഗമനമായിട്ടും ലിവറിന് ജന്മനാ ഉള്ള വളവ് മൂർന്ന് സൗഖ്യപ്പെട്ടേക്കാണ്. മക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്ന പരിഹാരത്തിന് എന്തിനാ ഈ നാട് നീളി ഓടുന്നത്? ഈശോയുടെ അടുക്കിലേക്ക് പോക്കി. നമ്മുടെ ശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 1:46 പരിശുദ്ധമ്മയുടെ സ്തോത്രഗീതമുണ്ടല്ലോ, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം ആനന്ദിക്കുന്നു. പറഞ്ഞു ഹല്ലേലൂയ. അപ്പൊ അത് ശരിക്കും ദൈവത്തിന്റെ ശക്തി അറിയണത്. ശക്തി അറിയാതെ ഞാൻ പറയും, ദൈവജനമേ, നമ്മുടെ കൂടെയുള്ള ഉദ്ധിതന്റെ സാന്നിധ്യം അറിയണം. കർത്താവ് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണത്.
പക്ഷെ വിശ്വസിക്കണം, നമ്മൾ എതിർപ്പാണ്, മൊത്തം നെഗറ്റീവ് സ്പിരിറ്റ്. ആദ്യം ക്രിറ്റിസിസോ, വേണ്ടാത്ത വിമർശനങ്ങൾ. അതുകൊണ്ടാണ് ഈ പാഴ്വാക്ക് സംസാരങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് വ്യർത്ഥ സംഭാഷണം പാടുന്നത്. കുറ്റം പറഞ്ഞ് കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള അനുഭവം കൂടെ പോകും. അഭിഷേകം നമ്മൾ ചില ബന്ധങ്ങൾ, ചില ആളുകൾ, ചില യുക്തിയും ചില സാധനം കയറി പിടിക്കുകയെ. കഴിഞ്ഞ ഇടയ്ക്ക് മാർപ്പാപ്പയുടെ ഒരു ഗ്രന്ഥത്തിൽ പറയാനായി, ലോകത്തിൽ അതായത് മെഡിസിന്റെ മേഖലക്ക് ഒരുപാട് വളർന്നു, സയൻസൊക്കെ ഒത്തിരി വളർന്നു എന്ന് വെച്ചുകൊണ്ട് ഒരിക്കലും ബൈബിളിന് മുകളിലായെന്ന് ആരും കരുതിയേക്കരുത്. ബൈബിളിൽ പറയുന്ന സംഭവങ്ങൾ അതേപടി ഉണ്ട്. പൈശാചിക അരൂപികളുടെ പ്രവർത്തനമുണ്ട്. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും സഭയിൽ സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ സംശയിക്കുമ്പോഴാണ് നമ്മൾ തളർന്നു പോവുക, മുന്നോട്ട് പോകത്തില്ല. ശ്രമത്തിൽ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3, 18, 19, 18 അത് പൗലോസ് പറയാണ്, ആരെങ്കിലും ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് അവൻ തന്നെ ഭോഷനാകട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. വിജ്ഞാനികളെ അവരവരുടെ തന്ത്രങ്ങൾ തന്നെ കുടുക്കുന്നുവെന്ന് വചനം പറയാം. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കൾ, ഞാൻ എൻ്റെ പ്രാർത്ഥന, കൃപാഭിഷേക ശുശ്രൂഷയുടെ ആഗ്രഹം ഇതാണ്: നിങ്ങൾ ഓരോരുത്തരിലൂടെയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ സഭയിലേക്ക് ചൊരിയപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയിലൂടെയും അരുവി വെളിപ്പെട്ട്, പരിശുദ്ധാത്മാവ് വെളിപ്പെട്ട് സഭാ സമൂഹത്തിനും വിടുതലും സൗഖ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരിക്കൽ സെൻ്റർ ഉണ്ടായ സംഭവം പറയാം. ധ്യാനത്തിന്റെ ഡെലിവറൻസ് പറയാനൊക്കെ അവിടെ വലിയൊരു നമുക്കൊരു 4 മണിക്കൂർ ആരാധനയുണ്ട്. താമസമുള്ള വലിയ ക്രേസ് ആവട്ടോ. താമസമുള്ള ധ്യാനത്തിന് ഏകദേശം 5000-ഓളം വൈദികർ ധ്യാനിച്ചിട്ടുണ്ട് വന്നിട്ട്. പ്രസലോഷം ഒരു 15,000-ലധികം സിസ്റ്റേഴ്സെങ്കിലും ഇത്ര നാളും കൊണ്ട് കഴിഞ്ഞ 7 വർഷം കൊണ്ട് കൂടിയിട്ടുണ്ട്. പ്രസലോഷം. അതുപോലെ തന്നെ അൽമായരുടെ പറയുകയാണെങ്കിൽ നമുക്ക് 1,00,000 താമസിച്ച റെസിഡൻഷ്യൽ കിട്ടിയിട്ട്, റെസിഡൻഷ്യൽ നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് മാക്സിമം 550-600 പേർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഏകദേശം 1,20,000 30,000 ആൾക്കാരോളം താമസിച്ച് റിട്രീറ്റ് നടത്തിയിട്ടുണ്ട്. പ്രസലോഷം. അപ്പോൾ ആ ധ്യാന സമയത്ത് ദൈവം നേരിട്ട്, കർത്താവിൻ്റെ കരുണയാണ്, നമ്മളുള്ള സഹനമാവട്ടെ, ഞങ്ങൾക്കെല്ലാം സഹനമാണ്. ശുശ്രൂഷയുടെ സമയം ഞങ്ങൾക്ക് മുഴുവൻ സഫറിങ്ങും കഷ്ടപ്പാടുള്ളൂ. പക്ഷേ ഈശോ വരുന്നതുകൊണ്ട് സഹിക്കുന്നതിനൊരു ദുഃഖം തോന്നില്ല, വീണ്ടും സഹിക്കുന്നതിന് സന്തോഷമുള്ളൂ. കാരണം ഈശോ വരുന്നുണ്ട്. ഈശോ ഞാൻ ആരെല്ലാം എന്നെ ഉപേക്ഷിച്ച്, ഞാൻ ഈശോയെ ആരെല്ലാം എന്നെ തള്ളി പറഞ്ഞാലും, ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, പക്ഷെ നീ എന്നെ ഉപേക്ഷിച്ചേക്കരുത്. ആ വാക്ക് കർത്താവ് ഇന്ന് വരെ പാലിച്ചിട്ടുണ്ട്. നാളെയും കർത്താവ് അത് പാലിക്കുമെന്ന് എനിക്ക് കർത്താവിൽ നല്ല ഉറച്ച വിശ്വാസവും നല്ല ബോധ്യവും എനിക്കുണ്ട്. ഒറ്റ വിളിച്ചോയേ. സംഭവിച്ചത് ഇതാണ്. ഒരു ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോഴേ, ഈ ഒരു ബന്ധിച്ച് പ്രാർത്ഥന ഭയങ്കര ഡെലിവറൻസ് നടക്കുമ്പം ഒരുത്തൻ, അത് തണുപ്പ് കാലം, അവിടെ ഡിസംബർ മാസത്തിൽ നേരത്തെ നല്ല തണുപ്പ് വരും. ഒരു 13, 14, 12, 10 ഡിഗ്രി ഒക്കെ തണുപ്പ് വരും. നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു മനുഷ്യനിങ്ങനെ ഒരു കോട്ടൊക്കെ ഇട്ടുകൊണ്ട് വെച്ചിരിക്കും, ഒരു സ്വെറ്റർ ഇട്ടുകൊണ്ട് ആള് നിൽപ്പുണ്ട്. ആൾക്ക് സോറിയാസിസാണ്, തല മുതൽ ഉള്ളങ്കൽ കംപ്ലീറ്റ് സോറിയാസിസ്. ചികിത്സയായിട്ട് ഭേദമാണ്. പുള്ളിക്ക് ഒരു 10-45 വയസ്സ് പോലുള്ളതാണ്. വർഷങ്ങളാണ്, 10-20 ചെറുപ്പം പോലുള്ള രോഗമാണ്. ഡെലിവറൻസ് പറയുകയാണെന്ന് വെച്ചാൽ തീ പിടിച്ച പോലെ ഇതൊക്കെ ചൂടായി ഇദ്ദേഹത്തെ ശരീരമായി. എന്നിട്ട് ഇദ്ദേഹം നിലത്തോട്ടങ്ങ് വീണിട്ടങ്ങ് ഉരുളാൻ തുടങ്ങി. എന്നിട്ട് സ്വെറ്റർ വലിച്ചു കീറുക വെച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പ്രസിലോ അറിയാവുന്ന സ്വെറ്റർ ഒരിക്കലും വലിച്ചു, പക്ഷെ മനുഷ്യൻ വലിച്ചു കീറിയത് പിടിച്ചിരിക്കാൻ പിന്നെ അത്ര വലിച്ചു കീറിയത്. എന്നിട്ട് നിലത്തോട് തുണിയെല്ലാം ഒന്ന് പോയിട്ട് അപ്പൊ ഈ ഇങ്ങനെ പോകുമ്പോൾ ശുശ്രൂഷകർ ഒന്ന് ഓടിച്ചത് പിടിച്ചെടുത്തിട്ട് ആളെ പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവര് പറയാം, അച്ഛൻ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഈ സോറിയാസിസ് എന്ന് പറയുന്ന ഈ വലിയ രോഗം കംപ്ലീറ്റ് ഇങ്ങനെ പൊളിഞ്ഞു, പാമ്പിന്റെ ദേഹത്തുനിന്ന് പടം പൊളിഞ്ഞു പോകുന്ന പോലെ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധനഴിഞ്ഞ കെട്ടഴിഞ്ഞ ഭയങ്കര ഡെലിവറൻസ് സംഭവിച്ചതിന് ശേഷം ഇദ്ദേഹം ഞാൻ നോക്കാറില്ല. എന്നോട് ഈശോ പറഞ്ഞു, ശുശ്രൂഷ കഴിയുക, അടുത്ത വണ്ടി കയറി പോയിക്കോളൂ. പ്രസലോഷ് അല്ല, ഞാൻ ഒരിക്കലും ഒരു നന്ദി പറയാൻ പോലും എനിക്ക് അവരോടും പറയാണ്ട്, എനിക്ക് താങ്ക്സ് ഒന്നും തരണ്ട. കാരണം എനിക്ക് ഇന്ന് ആവശ്യം, ഞാൻ പറയാം, കാരണം എനിക്കല്ല താങ്ക്സ് ദൈവത്തിനോട്. കാരണം നമ്മുടെ റോളില്ല, നമ്മുടെ ഒരു വർക്കില്ല, എൻ്റെ ഒരു ബുദ്ധിയുടെ പ്രവർത്തനമോ യുക്തിയുടെ പ്രവർത്തനത്തില്ല, മുഴുവൻ പ്രവർത്തിക്കാൻ ദൈവോചന. പിന്നെ നമ്മളെന്തിനാ അത് ചോദിക്കാൻ? മുഴുവൻ പരിശുദ്ധ കുർബാനയല്ല, പരിശുദ്ധ ഈശോ അല്ല, അല്ല നമ്മളല്ലോ, എല്ലാം ഈശോയുടെ അല്ല. നമ്മളൊരു കുഞ്ഞൊരു ഉപകരണമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. കർശനം. അപ്പം അന്ന് ധ്യാനം കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിക്കാറൊന്നുമില്ല. അത് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞപ്പം ഒരു ശുശ്രൂഷയ്ക്ക് പോകുമ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി
ശുശ്രൂഷകരെ വണ്ടിയായിട്ട് ഞാൻ ഓടിച്ചുകൊണ്ട് പോവാം. വണ്ടി കൊണ്ടൊരു ഹോട്ടലിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കും, ഞാൻ വണ്ടിക്കകത്തിരുന്നോളാം. അപ്പോൾ ഇവർ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ വലിയ ഹോട്ടലിൻ്റെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ മാനേജറായ മനുഷ്യൻ ഈ മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. പുള്ളിക്ക് ഇവരെ പെട്ടെന്ന് മനസ്സിലായി, ഓടി ഇറങ്ങി എൻ്റെ അടുത്ത്, അച്ഛൻ എന്നെ അറിയുമോ? ഞാൻ പറഞ്ഞു, അറിയില്ല അച്ഛൻ, ഞാനാ അന്ന് നിലത്ത് കിടന്ന് ഉരുണ്ടയാളോ. പ്രൈസ് ദി ലോർഡ്. നോക്കി കഴിയുമ്പോൾ എന്നോട് അച്ഛൻ നോക്കി വെച്ചാൽ എൻ്റെ മക്കളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരം പോലെ തന്നെ 100% സൗഖ്യപ്പെട്ട് പെർഫെക്റ്റായിട്ട് ആൾ ഹീനയപ്പെട്ട് ആൾ ജോലി ചെയ്യുക. ആൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ എനിക്ക് ദൈവമുണ്ടെന്ന് നിൽക്കും. ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വെച്ചാൽ ശരിക്കും ശരിക്കും കിട്ടുന്ന ആളുകൾ ഞാൻ കണ്ടത് അവർ പള്ളിയിലോട്ട് പോകും, സഭയിലോട്ട് പോകും, കുർബാനയിലോട്ട് പോകും, ശരിക്കും പോകും. അത് പോകാൻ അവരെ കൊണ്ടുപോയിക്കോളും. കാരണം നമ്മൾ പ്രാർത്ഥിക്കും. ചില വിശ്വാസ കുറവൊക്കെ വരുമ്പോൾ ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ നാളെ മുതൽ ധൈര്യമായിട്ട് അവർ പള്ളിയിലോട്ട് പോയിക്കോളും. നമ്മളായിട്ട് പിന്നെ അവർ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് രാവിലെ പള്ളിയിൽ പോകാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം അവർക്ക് വിശ്വാസത്തിനൊരു ഉണർവ് കിട്ടുക, വളർച്ച കിട്ടുക. അതുകൊണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. നമ്മുടെ സഭാസം ധാരാളം ഈശോയുടെ നാമത്തിൽ ധാരാളം അത്ഭുതങ്ങൾ അടയാളം സംഭവം. അപ്പോൾ അല്പം വിശ്വാസം കുറഞ്ഞവർക്കൊക്കെ പള്ളിയിലോട്ട് പൊക്കോളും, ഉപസാരത്തിലോട്ടൊക്കെ പൊക്കോളും. അവരുടെ കുടുംബമൊക്കെ മെച്ചം. കാരണം ദൈവം എന്നൊരാള് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കണ്ണീര് കാണുന്ന ദൈവമുണ്ട്, ഒരു ബോധ്യമുണ്ടല്ലോ. അത് ചില സമയത്ത് മനുഷ്യൻ തളർന്നു പോവേ, അത് കിട്ടണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് സഭയിൽ വരങ്ങൾ വർഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2:14 ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ, ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല. എന്നാൽ ആത്മീയ മനുഷ്യനാകട്ടെ അവൻ സ്വീകരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചത്. അതുകൊണ്ട് ലൗകിക മനുഷ്യന് ജഡിക പാപങ്ങളിലും പാപത്തിലൊക്കെ കഴിയുന്ന ആൾക്ക് പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളും വിശ്വാസമൊന്നുമില്ല. മക്കൾ വിശ്വസിക്കണം, ശരിക്കും ഉള്ളതാണ് കർത്താവിന്റെ കൃപ. ഞാൻ ചിലപ്പോൾ ഈശോയോട് നന്ദി പറയാറുണ്ട്. കർത്താവ്, ഞാൻ അഹങ്കാരങ്ങളൊന്നുമല്ല, തമ്പുരാന് നന്ദി പറയാം. ദൈവത്തെ മുതൽ എനിക്ക് ചിലപ്പോൾ ഓർക്കുന്നുണ്ട്, ഈശോ എനിക്ക് എല്ലാ വരങ്ങളും തന്നപോലെ എനിക്ക് തോന്നാറുണ്ട്. പ്രസലോഷ് കർത്താവ് ഒരു കരുണ ഒഴുകുന്ന കാണാൻ പറ്റും. മറ്റൊന്നല്ല, ജനത്തിന്റെ വേഷം. ഞാൻ പറയും, ഈശോ ഈ പ്രശ്നം വന്നിരിക്കുക, അതിന് പറ്റി വരന്ന് എനിക്ക് തരണം. ഇത് വേറൊരു പ്രശ്നം, അതിനെ പറ്റി വേറെ വര തരണം. ഇത് വേറൊരു പ്രശ്നം, ഇതിനെ പറ്റി വേറെ വര തരണം. അങ്ങനെ ഓരോ സാഹചര്യം ദൈവം എന്നോട് വരഞ്ഞു തരണം, അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ജാഗ്രഹിച്ച് പ്രാർത്ഥിച്ച മക്കള് ഇന്ന് ഈശോയുടെ നാമത്തിൽ ഉറപ്പാച്ചൻ തരും. വെറുതെ അല്ല, കർത്താവായ ഈശോയുടെ നാമത്തിൽ അച്ഛൻ പറയാം, ആരെല്ലാം ഈ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിൽ ആഴത്തിൽ വിശ്വസിക്കുന്നു ആ വ്യക്തിക്ക് ദൈവമേ ഒന്ന് വരങ്ങളും ദാനങ്ങളും കൃപകളും കൊടുക്കണമെന്ന് ദാഹിച്ച് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ഈ ബന്ധനം അടിച്ചു വിടണം. ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ശരീരത്തിലും മനസ്സിലും കുടുംബത്തിലും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കണമെന്ന് ഒറ്റ വിളി ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.